കുറച്ച് സമയം കഴിഞ്ഞതും കാർ മുത്തശ്ശിയുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. നിങ്ങളും വാ മക്കളെ എന്നു പറഞ്ഞ് മുത്തശ്ശി കാറിൽ നിന്നും ഇറങ്ങി. മുത്തശ്ശി, ഞാൻ കാർ തിരിച്ചിടട്ടെ, എന്നിട്ട് വരാം. അരുൺ അത് പറഞ്ഞതും മുത്തശ്ശി തലയാട്ടിക്കൊണ്ട് വീടിനുള്ളിലേക്ക് നടന്നു. എന്നിട്ടും കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുന്ന അതിഥിയെ അരുൺ ഒന്ന് നോക്കി. നീ എന്താ ഇറങ്ങുന്നില്ലേ? അരുൺ ഗൗരവത്തിൽ അതിഥിയോട് ചോദിച്ചു. അരുൺ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ ഇറങ്ങാം, അതിഥി ശാന്തമായി അരുണിനോട് പറഞ്ഞു. അത് കേട്ടതും അരുൺ നെറ്റിയൊഴിഞ്ഞുകൊണ്ട് അതിഥിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇന്നലെ പറഞ്ഞതൊക്കെ ആവർത്തിക്കാനാണെങ്കിൽ വേണമെന്നില്ല. അതിനുള്ള എൻ്റെ മറുപടി ഞാൻ ഇന്നലെ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. ഇപ്പം നമ്മൾ മറ്റൊരു കാര്യത്തിനാണ് വന്നത്. അത് നീ മറക്കണ്ട. എനിക്കിപ്പോൾ നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. എന്താണെങ്കിലും തിരിച്ച് തറവാട്ടിലെത്തട്ടെ, എന്നിട്ട് നോക്കാം. അരുൺ അത് പറഞ്ഞതും ഡോർ തുറന്ന് കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറി. അത് നോക്കിക്കൊണ്ട് ചെറിയ നിരാശയോടെ അതിഥിയും അവന് പുറകെ അകത്തേക്ക് കയറി. നിങ്ങളിത് എവിടെയായിരുന്നു മക്കളെ? ഇതാണല്ലേ കൊച്ചുമോളും മോനും? അവരെ കണ്ടതും മുത്തശ്ശിയുടെ സുഹൃത്ത് പറഞ്ഞു. അതിന് അരുണും അതിഥിയും ഒന്ന് ചിരിച്ചു കാണിച്ചു. കൂടെ മുത്തശ്ശിയും. മോൻ എന്താ ചെയ്യുന്നേ? എനിക്ക് ബിസിനസ്സാണ് മുത്തശ്ശി, അതിന് ഉത്തരമെന്നോണം അരുൺ പറഞ്ഞു. അതെയോ? ഇപ്പം എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട്? മുത്തശ്ശിയുടെ സുഹൃത്ത് അതിഥിയെ നോക്കി ചോദിച്ചു. 2 മാസമായി, അതിന് മറുപടി എന്നോണം അതിഥി പറഞ്ഞു. വിശേഷം? മുത്തശ്ശിയുടെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞതും അതിഥി നോട്ടം അരുണിന് നേരെയായി. ഇത് കേട്ട അരുണും ഒരു നിമിഷം അതിഥിയെ തന്നെ നോക്കി. അവർ അതിന് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും മുത്തശ്ശിയെ പറഞ്ഞു തുടങ്ങി. ഇപ്പോഴത്തെ പിള്ളേരോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? അവരൊക്കെ പ്ലാൻ ചെയ്തല്ലേ ഇപ്പോൾ കുട്ടികളെ ഉണ്ടാക്കുന്നത് പോലും. അതും പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അങ്ങനെ കുറച്ചു നേരം പിന്നിട്ടു. മുത്തശ്ശി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഒരു കോൾ ഉണ്ടായിരുന്നു. അതും പറഞ്ഞ് അരുൺ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. അതൊന്ന് നോക്കി അതിഥി ദയനീയമായി മുത്തശ്ശിയെ നോക്കി. നീ ചെല്ലു മോളെ മോൻ്റെ കൂടെ. അത് നോക്കിക്കൊണ്ട് മുത്തശ്ശി അതിഥിയോടായി പറഞ്ഞു. വേണ്ട മുത്തശ്ശി, അവനതിഷ്ടമാവില്ല. അതിഥി നിസ്സഹായതയോടെ മുത്തശ്ശിയോടായി പറഞ്ഞു. ഞാനല്ലേ പറയുന്നേ, നീ ചെല്ല്, അവനിപ്പോൾ പോവും. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് അതിഥി പുറത്തേക്ക് നടന്നു. അതിഥി പുറത്തെത്തിയതും അരുൺ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നിരുന്നു. അതൊന്ന് നോക്കിക്കൊണ്ട് അവൾ ഓടിച്ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. പെട്ടെന്നുണ്ടായ പ്രവൃത്തിയായതിനാൽ അരുൺ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് നോക്കി. അപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അതിഥിയെ അവൻ കാണുന്നത്. നീ എങ്ങോട്ടാ? ഗൗരവം ഒട്ടും കുറയാതെ തന്നെ അരുൺ അതിഥിയോടായി ചോദിച്ചു. നീ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ ഞാനും. അതും പറഞ്ഞ് അരുണിനെ നോക്കാതെ പുറത്തേക്ക് മിഴികൾ മുന്നിക്കൊണ്ട് ഇരുന്നു അതിഥി. അവൾ തൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്ന് കണ്ടതും പിന്നീട് ഒന്നും പറയാതെ അരുൺ കാറെടുത്തു. കുറച്ചു ദൂരം അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ യാത്ര തുടർന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം അതിഥി അരുണിനെ പാളി നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും അരുൺ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നത് അവളിൽ വിഷമമുണ്ടാക്കി. അരുൺ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മൗനം വെടിഞ്ഞ് അതിഥി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. അതിഥി അത് പറഞ്ഞു കഴിഞ്ഞതും അരുൺ ആളൊഴിഞ്ഞൊരിടത്തായി കാറ് നിർത്തി. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അവൻ ഇറങ്ങിയത് കണ്ടതും അവൾ അത് നോക്കിക്കൊണ്ട് ഡോറ് തുറന്ന് പുറത്തിറങ്ങി. കുറേ സമയമായി അവർ അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ നിന്നു. നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? അതിഥിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അരുൺ ചോദിച്ചു. അത് അരുൺ, സോറി, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം. അതിഥി, നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അതും പറഞ്ഞ് അരുൺ അതിഥിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ആ കത്തുന്ന നോട്ടം അവൾക്ക് താങ്ങാനായില്ല. അവൾ പതിയെ അവനരികിലേക്ക് നടന്നുകൊണ്ട് അവന് മുന്നിലായി നിന്നുകൊണ്ട് കാലുകൾ കുത്തി ഉയർന്ന് പൊങ്ങിക്കൊണ്ട് അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ്റെ നെറ്റിയിലായി സ്നേഹചുംബനം നൽകി. എന്നിട്ട് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോഴെന്നോട് ദേഷ്യമാണോ? അതിഥി അവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അരുൺ അതിന് മറുപടി ഒന്നും തന്നെ കൊടുക്കാതെ അവളെ നോക്കി. വാ, കയറ്.
അതും പറഞ്ഞ് അരുൺ കാറിൽ കയറി. അവൻ മറുപടിയൊന്നും നൽകാത്തതിനാൽ കാര്യം മനസ്സിലാവാതെ അവളും പുറകെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പതിയെ കാർ അവിടെ നിന്നും നീങ്ങി. മുത്തശ്ശിയെയും കയറ്റി വരുന്ന വഴി മുഴുവൻ അരുൺ ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവൻ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എന്ന് കണ്ടതും അവർ തമ്മിലുള്ള പിണക്കം മാറിയില്ല എന്ന തോന്നലിൽ മുത്തശ്ശി പിന്നീടൊന്നും സംസാരിക്കാൻ നിന്നില്ല. കാറ് തറവാട്ടിലെത്തിയതും അരുൺ ഡോറ് തുറന്നിറങ്ങി മുത്തശ്ശിയെയും കൂട്ടി അകത്തേക്ക് കയറി. അതിഥി പുറകെ എത്തിയപ്പോഴേക്കും അരുൺ ആദിയുടെ റൂമിലേക്ക് പോയിരുന്നു. അതിഥി തൻ്റെ റൂമിലേക്ക് കയറി ഫ്രഷായി താഴേക്കിറങ്ങി. ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അരുണിനെ തേടിപ്പോയി. എന്നാൽ അരുൺ അതിഥിയെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുത്തശ്ശി സുഹൃത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു. അതിഥി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. കുറച്ചു നേരം ബെഡിലിരുന്നു കൊണ്ട് അരുണിനെ വെയിറ്റ് ചെയ്തു. എന്നിട്ടും അരുണിനെ കാണാതായപ്പോൾ അവൾ ബാൽക്കണിയിലെ സ്വിങ്ങിൽ പോയിരുന്നു. പിന്നെയും ഒരുപാട് കാത്തിരുന്നിട്ടും അരുണിനെ കാണാതായതും എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ അവിടെ നിന്നും എണീറ്റു. ഡോറിൽ നിർത്താതെ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആദി തൻ്റെ ലാപ്പിൽ നിന്നും മുഖമുയർത്തി നോക്കുന്നത്. അവൻ ഡോറ് പോയി തുറന്നതും അതിഥിയായിരുന്നു അത്. ആദിയേട്ടാ, അരുൺ എവിടെ? അവൻ വാഷ്റൂമിലാ. എന്തേ? അത് പറഞ്ഞപ്പോഴേക്കും അരുൺ ടവലും ചുറ്റി വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു. അത് കണ്ടതും അതിഥി ആദിക്ക് നേരെ തിരിഞ്ഞു. ആദിയേട്ടാ, ഒന്ന് പുറത്തു പോകും. എനിക്ക് അരുണിനോട് തനിച്ചൊന്ന് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചോ, ഞാനിവിടെ മൂലയ്ക്കെങ്ങാനും ഇരുന്ന് എൻ്റെ വർക്ക് ചെയ്തോളാം. അത് പറ്റില്ല, ആദ്യമായിട്ടൊന്ന് പുറത്തു പോ. അത് പറഞ്ഞ് അതിഥി ആദിയെ പിടിച്ച് റൂമിന് വെളിയിലാക്കി ഡോർ ലോക്ക് ചെയ്തിരുന്നു. ശേഷം അവൾ അരുണിൻ്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. അവൻ്റെ മേലെയായി കയറിയിരുന്നു. എന്താടാ, നീ എന്താ ഈ റൂമിൽ? നീ ആദ്യമായിട്ടിനെയാണോ കല്യാണം കഴിച്ചത്? ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്കങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? നിനക്ക് ഞാൻ അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? ഞാൻ അത് പറഞ്ഞ് അതിഥിയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയതും അരുൺ അവളെ വലിച്ച് അവനടിയിലാക്കി. പെട്ടെന്നുണ്ടായ അവൻ്റെ നീക്കത്തിൽ അതിഥി ഒന്ന് പതറിപ്പോയിരുന്നു. എന്നിട്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നീട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം വീഴ്ത്തി. അതിലവളൊന്ന് ഏങ്ങിപ്പോയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ചിന്തിക്കുന്നതിന് മുൻപ് അവൻ അവളുടെ ധാവണിത്തലപ്പെടുത്തു മാറ്റിയിരുന്നു. ശേഷം അവൻ അവളുടെ മാറിൻ ചുഴിയിലേക്ക് വശ്യമായൊന്ന് നോക്കി. പതിയെ അവിടെ ഒന്ന് ചുംബിച്ചു. എന്നിട്ട് അവളിൽ നിന്നും അകന്ന് അടുത്തായി മലർന്ന് മുകളിലേക്ക് നോക്കിക്കിടന്നു. അപ്പോൾ അതിഥി ചെരിഞ്ഞ് അവൻ്റെ കൈക്കുള്ളിലായി അവൻ്റെ നെഞ്ചിൽ കയറിക്കിടന്നു. അരുൺ, ഐ ലവ് യു. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അച്ചു, നിന്നെ ഞാൻ എത്രത്തോളം മിസ് ചെയ്തെന്ന് നിനക്കറിയോ? നീ എൻ്റെ കൂടെയില്ലാത്ത ദിവസങ്ങൾ എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഇനി ഒരിക്കലും നിന്നെ അകറ്റി നിർത്തിക്കൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. ഐ പ്രോമിസ്. മതി അരുൺ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാനതൊന്നും ഇനി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അതിഥിയുടെ വാക്കുകൾ അരുണിൽ ഒരിളം പുഞ്ചിരി വിരിയിച്ചു. അതൊക്കെ പോട്ടെ, ഇന്നലെ ഞാൻ നിൻ്റെ കഴുത്തിലൊന്ന് കിസ് ചെയ്തപ്പോൾ നീ എന്തിനാ എൻ്റെ കരണം പുകച്ചത്? ഞാൻ ആദ്യമായി ചെയ്തതൊന്നുമല്ലല്ലോ. അത് പിന്നെ അത് ഞാൻ പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ഇന്നെനിക്ക് മതി വരുവോളം നീ എനിക്ക് കിസ് തരണം. അതും വെറും കിസ്സല്ല, നല്ല ഫ്രഞ്ച് കിസ്. അരുൺ അത് പറഞ്ഞ് അവൾക്കടുത്തായി മുഖം കൊണ്ടുവന്ന് അവളുടെ ചെഞ്ചുണ്ടുകളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിയതും ഡോറ് തുടരെ മുട്ടുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി. വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു. അരുൺ വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഡോറ് തുറക്കാനായി പോയി. ഡോറിനരികിലെത്തിയതും അതിഥിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൾ അവളുടെ ധാവണിയെല്ലാം ശരിയാക്കിയിരുന്നു. അതൊന്ന് നോക്കിക്കൊണ്ട് അരുൺ ഡോറ് തുറന്നു. ഡോറ് തുറന്നതും ആദി ഇടിച്ചു കയറി റൂമിലേക്ക് വന്നു. അതേ, ഭാര്യയും ഭർത്താവും തല്ലുകൂടുകയോ റൊമാൻസ് ചെയ്യുകയോ എന്ത് വേണേലും ആയിക്കോ, പക്ഷേ നിങ്ങളുടെ റൂമിൽ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ആദി പറയുന്നത് കേട്ടതും അതിഥിയും അരുണും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. നീ റൂമിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. അരുൺ അങ്ങനെ പറഞ്ഞതും അതിഥി ഒന്നും പറയാതെ റൂമിലേക്ക് പോയി. ഓഹോ, അപ്പോൾ അടിപിടി അല്ലായിരുന്നു, റൊമാൻസ് ആയിരുന്നു അല്ലേ? അരുൺ പറഞ്ഞതും
അതിന് നാണത്തോടെ റൂമിലേക്ക് പോവുകയും ചെയ്ത അതിഥിയെ കാണുകയും ചെയ്ത ആദി പറഞ്ഞു. അതിന് അരുൺ ഒന്ന് ചിരിച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അതും പറഞ്ഞ് അരുൺ പോവാൻ നിന്നതും ഓ ഇപ്പം നമ്മളൊന്നും വേണ്ടല്ലോ, ആദി കളിയാക്കി കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ. ചുണ്ടിലൊളിപ്പിച്ച് ചിരിയാലെ ആദിയോടതും പറഞ്ഞ് അരുൺ അതിഥിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു.